ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ദാ പുതിയൊരു ഫാമിലിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിലാണ്. കൃഷ്ണപ്രിയ ചേച്ചിയാണ് ഇന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ടാസ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മോർണിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ ടാസ്ക് എന്താണെന്നുള്ളത് ചേച്ചിക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ? വാ പോരെ. ആരും എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നുന്നു. പത്രമൊക്കെ ദാ ഇവിടെ കിടപ്പുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാദ്യമേ തന്നേക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് പത്രം എടുത്ത ഞാൻ. താങ്ക് യു. ഓക്കെ, അപ്പോൾ കൃഷ്ണപ്രിയ ചേച്ചി എഴുന്നേറ്റതേ ഉള്ളോ? ഇല്ല, കുറച്ച് നേരമായി. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. ഞങ്ങൾ താമസിച്ചോ? ഇല്ല ഇല്ല, കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണപ്രിയ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നതെന്ന്. ഇതാണ് നമ്മുടെ കൃഷ്ണപ്രിയ ചേച്ചി. എന്ത് ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, 2 കുട്ടികൾ. കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നത്? മോൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, മോള് LKG. രണ്ടുപേരും എഴുന്നേറ്റോ? ഇല്ല, എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ എഴുന്നേറ്റോ? എഴുന്നേറ്റിട്ടില്ല. ഹസ്ബൻഡിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടില്ല. ഹസ്ബൻഡിന്റെ പേരെന്താ? മഹേഷ്. മഹേഷ് ചേട്ടൻ എന്താ ചെയ്യുന്നത്? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് മഹേഷ് ചേട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഓക്കെ അല്ലേ? അല്ലേ? ചേട്ടാ, ഗുഡ് മോർണിംഗ് ചേട്ടാ. ഹായ്. ഓക്കെ, ചേട്ടൻ എനിക്ക് തോന്നുന്നു ഞെട്ടി നിൽക്കുകയാണ്. കാരണം ചേട്ടൻ ഉറക്കത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങളെയും ക്യാമറയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ മഹേഷ് ചേട്ടാ, ഞങ്ങൾ വന്നിരിക്കുന്നത് സൂര്യ കോമഡി എന്നാണ്. ഫൺ ഫാലിമി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയുമായിട്ട് വന്നേക്കാണ്. ചേച്ചിയാ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത്. ചേച്ചി ബാക്കി പറഞ്ഞു. വേറൊന്നുമില്ല, ഞാനാണ് ഇവിടെ എല്ലാ ജോലികളും ചെയ്യുന്നത്. പുള്ളിക്ക് എല്ലാം ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ഒരു കാര്യത്തിനും ഒന്നും സഹായിക്കത്തില്ല. അതെ, ഒരു ഹെൽപ്പും ചെയ്യത്തില്ല. ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ പറ്റിയ പണി തന്നെ ചെറിയൊരു പണി പുള്ളിയുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പണിയും കൊടുക്കാൻ. നേരത്തെ വന്നില്ലെങ്കിൽ പുള്ളി പോവുമല്ലോ. ഓ, ഐഡിയപരമായിട്ടാണ് ചെയ്തതല്ലേ? എഴുന്നേൽക്കുന്നതിന് മുന്നേ വന്നാലേ പുള്ളി കിട്ടത്തുള്ളൂ. ചേട്ടൻ ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഞങ്ങളെ കണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡി ആയിരിക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇന്ന് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അറിയാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോ എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളതൊന്നും പുള്ളിക്കാർ എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് അറിയാവോ? അത്യാവശ്യം അറിയാം. ഉണ്ടാക്കുന്ന കണ്ട് അറിയാം. കുറച്ചും കൂടെ ടാസ്ക് എളുപ്പമായിരിക്കും അല്ലേ? ചേച്ചി ഇപ്പൊ ഒരു കാര്യം ചെയ്യും, മോളുമായിട്ട് മോളിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. നമുക്കല്ല ചേട്ടനപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിത് കിച്ചണിലേക്ക് എൻ്റർ ചെയ്തു. ഇത് ഭയങ്കര വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. എല്ലാം വെൽ പ്രോപ്പർലി അറേഞ്ച്ഡ് ആണ്. ഇതെല്ലാം വൈഫ് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? വൈഫ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചേട്ടാ ഹെൽപ്പ് ചെയ്യാത്തത്? ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മടി. പക്ഷെ ചേട്ടന് കുക്ക് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞല്ലോ ചേച്ചി. അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നല്ല സാഹചര്യങ്ങളിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. അപ്പൊ എനിക്ക് കാര്യങ്ങളിൽ അറിയാം. എല്ലാം കുക്ക് ചെയ്യാൻ അറിയാം. അല്ല, കുക്ക് ചെയ്യാൻ അത്യാവശ്യം അറിയാം. പിന്നെ അത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാന്നല്ല, ഇപ്പൊ നൈസായിട്ട് ചേച്ചിയുടെ തലയിൽ ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ട് വിടിയിരിക്കുന്നത്. അത്രേ ഉള്ളു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ദോശയും ചട്നി. അപ്പൊ ദോശ മാവ് എവിടെ അറിയോ? പോയെടുത്തിട്ടോ വേഗം. ഓക്കെ, ഇനി എന്തൊക്കെയാ ചേട്ടാ വേണ്ടത്? അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഇനി എന്തൊക്കെ എടുക്കണം? ഫ്രിഡ്ജിൽ നമുക്ക് എടുക്കേണ്ട കറിവേപ്പില, മുളക്. ഇഞ്ചി വേണ്ടായോ? ഇഞ്ചി അങ്ങനെ ഉപയോഗിക്കാറ്. ഇഞ്ചി ഇടാറില്ല. ഓക്കെ ഓക്കെ, എനിക്ക് വേഗം എടുത്തോണ്ട് വന്നു. കറിവേപ്പില. ഓക്കെ, അപ്പോ ഫസ്റ്റ് എന്താ പരിപാടി? നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത് ചട്നിക്കാണല്ലോ. അപ്പം ചട്നി ഉണ്ടാക്കാം. ദോശ നമുക്ക് ലാസ്റ്റ് ചൂടാം. അത് നമുക്ക് ചൂടോടെ കഴിക്കാം. ഓക്കെ, അപ്പൊ ചട്നിക്ക് തേങ്ങ നമുക്ക് പൊതിച്ച് എടുക്കാം അല്ലേ? പോരെ? ഞാനില്ല, പോയിട്ട് വാ.
തേങ്ങ റെഡി. യെസ്, ചേട്ടൻ പോയതും വന്നതൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ. എക്സ്പെർട്ട് ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും വേഗം വന്നത്. സോ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പം ചട്നിക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. പൊട്ടിക്കാൻ വലിയ എക്സ്പെർട്ട് അല്ല, എന്നാലും നോക്കാം. എന്നാലും കുഴപ്പമില്ല, സക്സസ് ആയിട്ട്. കുഴപ്പമില്ല, പൊട്ടിക്കാൻ എക്സ്പെർട്ട് ഒന്നും അല്ലെങ്കിൽ എന്താ, കറക്റ്റ് റൗണ്ടിലൊക്കെ പൊട്ടി. ഈ 2 തേങ്ങയും തിരുകുമോ നമ്മള്? 2 തിരുമാ. 3-4 പേരില്ലേ? ഓക്കെ. ചേട്ടന് പക്ഷേ ഉണ്ടല്ലോ കുക്ക് ചെയ്യും എന്നുള്ളത് അറിയാനുണ്ട്. കാരണം ക്ലീൻ ആണ്, അതായത് കട്ട് ചെയ്തിട്ട് കൈ കഴുകുന്നുണ്ട്, അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തേങ്ങ തിരുകി കഴിഞ്ഞ്. ചേട്ടനെ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചേട്ടന് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാനറിയാം, എല്ലാ പണിയും അത്യാവശ്യം അറിയാം. അപ്പൊ ചേട്ടൻ അത് തന്നെ സത്യം, ഇത്തിരി മടി ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം. കാരണം തേങ്ങ വേഗം തന്നെ തിരികെ, 2 തേങ്ങ വേഗം തിരികെ കഴിഞ്ഞു. തേങ്ങ പൊതിക്കുന്നതാണെങ്കിൽ ടപ്പെന്നും പറഞ്ഞ ആള് പോയിട്ട് വന്നത്. അപ്പൊ ഇനി നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചട്നി അരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ ഉള്ളി മുഴുവൻ കഴിഞ്ഞു. മുളക് പൊടി ഇടുവോ അതിനകത്ത്? ഇല്ല. നമ്മൾ വൈറ്റ് കളറാണോ ഉണ്ടാക്കുന്നത്? വൈറ്റ്. ഓക്കെ. ഉള്ളി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു. ഓക്കെ, അവര് എന്താ പറയാ, റെഡിയായി വരുന്നതിന് മുമ്പ് നമ്മളിത് ഫിനിഷ് ചെയ്യുമോ? ഫിനിഷ് ചെയ്യണം. ഭയങ്കര പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുവോ? ഇല്ലല്ലോ, ഒരു ചെറിയൊരു ഇത് വേണ്ടേ? പേസ്റ്റ് ആയിട്ടില്ല, കുറച്ച്. കടുക് എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? കടു അവിടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്രീൻ താഴത്ത് ഇത്. ഓക്കെ, ഞാൻ ജീരകം മാത്രമേ കണ്ടോളൂ. ജീരകം, കടുക് ഇതെല്ലാം കൂടെ ഇതിനകത്ത്. കൊള്ളാം. ചെറിയ സഹായമൊക്കെ ഞാൻ ചെയ്തുതരാം. ഓക്കെ, കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പില്ലേ? കടുക് പൊട്ടി തുടങ്ങി. അങ്ങോട്ട് കൊണ്ടുപോ കേട്ടോ. ഇനിയും വെള്ളം ഒഴിക്കണം അതിനകത്ത്? അതെ, കുറച്ചും കൂടെ. ഓക്കെ, ടപ്പ് എന്ന് പറഞ്ഞിട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചേട്ടന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ധൈര്യമായി ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഇതെനിക്ക് പ്രശ്നമില്ല, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാം. സെറ്റായി. സോ ഓൾ സെറ്റ്, ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നമുക്കൊരു ഗീ റോസ്റ്റ് ട്രൈ ചെയ്താലോ? നോക്കാം. ഗീ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഗീ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കില്ല, ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ ചിലപ്പം
ആദ്യത്തെ ദോശ ചിലപ്പോ പാളുമായിരിക്കും, എപ്പോഴും അങ്ങനെ. ചേട്ടനും അങ്ങനെയല്ല? അതെ. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുമ്പോ അതൊന്ന് യൂസ്ഡ് ആവും. സെറ്റായി വന്നല്ലോ കല്ലുമായിട്ട്. ദോശയുടെ ഷേപ്പ് ഏതോ ഒരു മാപ്പ് പോലായി. നമ്മുടെ ആദ്യത്തെ ദോശ എന്തായാലും പറഞ്ഞതുപോലെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സെക്കൻഡ് ദോശക്കകത്ത് നമുക്ക് പിടിക്കാം. ഇനിയാണ് ശരിക്കും നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കേ, ആ സെറ്റ് ആയിട്ടുണ്ട്. എട്ടാമത്തെ. ചേട്ടന് പണി എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ചേട്ടന് പണിയായിരുന്നു ചേട്ടാ ഇത്. എനിക്കിപ്പോഴും മനസ്സിലായത് 8 ദോശ എവിടെ നിന്നോണ്ട് ചുട്ടത്. ശരിക്കും പണി കിട്ടിയല്ലേ? ഇനിയിപ്പോ ഉണ്ടാക്കേണ്ടി വരും. ഇത് കണ്ടു കഴിഞ്ഞാലേ ഇത്രയും നാൾ അറിഞ്ഞുകൂടെന്നെല്ലാം പറഞ്ഞ് നിന്ന് ഇനി അത് പറ്റത്തില്ല. ഇനി തൊട്ട് മിക്കവാറും ഞായറാഴ്ച ചേട്ടനായിരിക്കും ഡ്യൂട്ടി. അതെ. നമുക്കെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ദോശ ഇങ്ങനെ നന്നായിട്ടൊക്കെ വന്നല്ലോ, അപ്പൊ നമുക്ക് ഈ ചട്നിയും കൂടെ ഒരു ബൗളിനകത്താക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 8 ദോശയാണ് ചേട്ടൻ ഉണ്ടാക്കിയത്. 8 ദോശ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റഡ് ആയി. ചട്നി ഉണ്ട്. ചട്നിയും കൂടെ എടുത്തിട്ട് നമ്മൾ ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകും. കുറെ നേരമായോ വെയിറ്റ് ചെയ്യുന്നത്? ഇല്ല, കുറച്ച് നേരമായിരുന്നു. ദോശ റെഡി. ചേട്ടനെങ്കിൽ പോയി പ്ലേറ്റ് എടുത്തിട്ടോ. ഓക്കെ. മോളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നില്ല അല്ലേ? ചേച്ചി പ്രതീക്ഷിച്ചോ ഇത്രയൊക്കെ പറ്റുന്നു? ഇത്രയും നല്ല ഭംഗിയുള്ള ദോശ ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് പല പല ഷേപ്പിലുള്ള ദോശകളാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എല്ലാം അവിടെ. പക്ഷെ ഏറ്റവും താഴെ വരണോണ്ട് ഒരു ഫ്ലോപ്പ് ആയത്. ഫസ്റ്റ് ദോശ ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു, ബാക്കി കറക്റ്റ് ആയിട്ട് ചെയ്ത ആള്. ഇത്ര നന്നായിട്ട് ചെയ്യാൻ അറിയാം. കിച്ചണിലെ ചൂട് മനസ്സിലാക്കിയല്ലോ, അത്രയും മതി. അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് 8 ദോശ അവിടെ നിന്ന് ചൂട്. ഓക്കെ. ഇങ്ങനെ അച്ഛനുണ്ടാക്കിയ ദോശ എങ്ങനെയുണ്ട്? ഇഷ്ടായോ മോനെ? ഇഷ്ടായോ അച്ഛനുണ്ടാക്കിയ ദോശ? ഇഷ്ടായോ? കൊച്ചിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടല്ലോ. ആൾക്ക് ദോശ അങ്ങനെ വലിയ ഇഷ്ടമല്ല, ചപ്പാത്തിയുടെ ആളാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ചട്നിയൊക്കെ കറക്റ്റ് ആണോ? ഉപ്പൊക്കെ കറക്റ്റ് ആണോ? കുറച്ചും കൂടി അരയാമായിരുന്നു. ആണല്ലേ? അവള് വിളിക്കുന്നത് എന്തൊരു എന്തോ എന്താ ദോശ കൊള്ളോ? ഇനി അടുത്ത തവണ ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പറയാട്ടാ. എന്നെ കൊള്ളാന്നേ പറയോ. പിള്ള മനസ്സിൽ കള്ളമില്ല ചേട്ടാ, അവൾക്ക് ഇഷ്ടമില്ല. അപ്പൊ എന്തായാലും ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ കൂടെ പെർഫോം ചെയ്ത് നിന്നല്ലോ. ചേച്ചി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മൾ ഇത്രയും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ ഞങ്ങൾ? പക്ഷേ ഗിഫ്റ്റ് തരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗെയിം സെഷൻ ഉണ്ട്. ചേട്ടനായിരുന്നല്ലോ പണി, ഇനി ചേട്ടൻ റെസ്റ്റ് ചെയ്യും. ഇനി ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിൽ ഒരു ചെറിയ ഗെയിം കളിക്കും. അപ്പോൾ ആ ഗെയിം കളിച്ചിട്ട് ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് നമ്മുടെ സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു സമ്മാനം തരും. ഓക്കെ, അപ്പോൾ ഗെയിം കളിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കേ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് നമ്മൾ ചേച്ചിക്ക് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ രണ്ടും കൂടി ഒരു ഗെയിം സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള പ്രോപ്പർട്ടീസ് ഇല്ല, അതിനുള്ള ആ ഒരു ഗെയിം ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യണമല്ലോ. അതിനുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 3 കാർഡിനകത്തുനിന്നും ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. അടുത്തിരുന്ന് തന്നെ അങ്ങ് എടുത്ത്. ഓക്കെ, വേറെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്ന ഗെയിം സെഷൻ. ഓക്കെ, ഇതെന്താണെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ബാക്കി ഇത് രണ്ടും എന്താണെന്ന് നോക്കിക്കോ. കപ്പ്.
ഇത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇല്ലാത്തൊന്നും എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ബാക്കി 2 എന്താ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഓഡിയൻസിനെ. ബാക്കി 2 എന്താ ഇതൊക്കെയായിരുന്നു. പക്ഷേ കൃഷ്ണപ്രിയ ചേച്ചി ചൂസ് ചെയ്തത് ഇതാണ്. അപ്പോൾ ഇത് കപ്പും ബോളും വെച്ചുള്ള പരിപാടിയാണെന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്യണ്ടേ? അപ്പോൾ പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗെയിം സെഷനിൽ കാണാം. പ്രോപ്പർട്ടീസ് പോരട്ടെ. ഓൾ സെറ്റ്. അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതാ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ട്രയൽ കാണിച്ചു തരട്ടെ. ഓക്കെ, ബോൾ എടുക്കുന്നു, ഗ്ലാസിൻ്റെ പുറത്ത് വെക്കുന്നു, ബോൾ എറിഞ്ഞിട്ട് അങ്ങനെ താഴോട്ട് പോവരുത്, ഇതിനകത്ത് തന്നെ വേണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നു. അങ്ങനെ അങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും ആയില്ലേ ഇതുവരെ? ലാസ്റ്റ് വൺ. യെസ്. അയ്യോ, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ചേച്ചി ജയിച്ചു. ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ ചേച്ചി ജയിച്ചത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു ഗിഫ്റ്റാണ്. ആൻഡ് കുറേ ഗിഫ്റ്റ്സും ഉണ്ട് ഇവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചേട്ടനെയും കൂടെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ ആയിട്ട് നിന്നിട്ട് ഞാൻ ഗിഫ്റ്റ് തരാം അല്ലേ? സോ നമുക്ക് ചേട്ടനെയും മക്കളെയും ഒക്കെ വിളിക്കാം. അപ്പോൾ ചേട്ടൻ നമ്മളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തു. ഞങ്ങളുടെ ഗെയിം സെഷൻ കണ്ടിട്ടുണ്ടായിരുന്നോ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി വളരെ കോൺഫിഡന്റ് ആയിട്ട് കളിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ലാൻഡിൽ പോയി അടിച്ചു പൊളിക്കാനുള്ള ഒരു ഗിഫ്റ്റാണ് നമ്മൾ തരുന്നത്. ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ വക നല്ല അടിപൊളി ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് മാത്രമല്ല, വേറെയും കുറേ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാമിയ വെൽനസിന്റെ. മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത മാമിയ വെൽനസ് കമ്പനി, ദ അക്യുറേറ്റ് കമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. അടുത്ത ഗിഫ്റ്റ് നാവിനും മനസ്സിനും രുചി പകരുന്ന ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം. സൂര്യ വാഷിംഗ് സോപ്പ് 100% വെജിറ്റബിൾ ഓയിൽ നിർമ്മിച്ചത്. കൊഴിഞ്ഞെല്ലാം കഴിഞ്ഞ മട്ടാണോ? വഴിയുണ്ട്. പഴയതിലും കരുത്തോടെ വളരുവാനും അഴകും തിളക്കവും കൂട്ടുവാൻ മാളിയേക്കൽ ഹെയർ ഓയിൽ. ഓക്കെ, ഇത് മാത്രമല്ല, നമ്മുടെ സൂര്യ കോമഡിയുടെ വക അടിപൊളി വേറെയും ഗിഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാപ്പി ലാൻഡിൽ വെച്ച് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാപ്പി ലാൻഡിലാണ്. തെക്കൻ കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് ഹാപ്പി ലാൻഡ്. 2005 ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു NRI സംരംഭമാണിത്. തുടങ്ങിയ സമയത്ത് 10 മുതൽ 15 റൈഡ്സ് വരെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 30-35 റൈഡ്സ് ആണ് ഹാപ്പി ലാൻഡിലുള്ളത്. ഇവിടുത്തെ ആ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം അതുപോലെ ബിൽഡ് ചെയ്തിട്ടാണ് അവരിത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സൂര്യ കോമഡിയുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റായ ഹാപ്പി ലാൻഡ് വൗച്ചർ നമ്മൾ കൊടുത്തിരുന്നത് നമ്മളുടെ കപ്പിളായ മഹേഷ് ആൻഡ് കൃഷ്ണപ്രിയ ചേച്ചിക്ക് വേണ്ടിയാണ്. ആൻഡ് അവരെ വെയിറ്റ് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ്. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ലാൻഡിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ തരാനായിട്ട്, അതായത് ടിക്കറ്റ്സ് തരാനായിട്ട് ഞാൻ നമ്മുടെ പാർക്ക് മാനേജർ സുരേഷ് സാറിനെ വെൽക്കം ചെയ്യാം. സർ പ്ലീസ്. ഓക്കെ, താങ്ക് യു സർ. സോ വൗച്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്, ടിക്കറ്റ്സ് കിട്ടി. അപ്പോൾ ഇനി എന്താ പരിപാടി? അടിച്ചു പൊളിക്കുകയല്ലേ? ഓക്കെ, എൻജോയ്.
നമ്മുടെ കപ്പിൾ അവിടെ എൻജോയ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കിട്ട് പണി കൊടുത്ത് സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കുക. സോ ഇതുപോലെ കുറെ ഫൺ എക്സൈറ്റിംഗ് പുതിയ എപ്പിസോഡുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, this is me, Srinidhi Samrudha, signing off from Fun Falimi. Bye.